ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു കൊച്ചു കഥയോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഒരു ഗുരു വളരെ ലളിതമായി ജീവിക്കുന്ന ഒരു ജീവിത ശൈലിക്കുടമയാണ്. ചെരുപ്പ് പോലും ധരിക്കാറില്ല. പക്ഷേ അദ്ദേഹം എന്നും അങ്ങാടിയിൽ എല്ലാ കടകളിലും കയറി ഇറങ്ങുമായിരുന്നു. ഇതെല്ലാ ദിവസവും ഒരു ശിഷ്യൻ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഗുരുവിനോട് ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് അങ്ങാടിയിൽ പോയി എല്ലാ ദിവസവും കടയിൽ കയറി ഇറങ്ങുന്നതെന്ന് ചോദിച്ചപ്പോൾ ഗുരു തിരിച്ചിപ്രകാരമാണ് മറുപടി പറഞ്ഞത്: ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉപേക്ഷിക്കുന്നുവെന്നുകൂടി ഞാൻ അറിയേണ്ടതിനാണ് അപ്രകാരം ചെയ്യുന്നതെന്ന്. അതേ സ്നേഹമുള്ളവരെ, നമ്മുടെ സമ്പാദ്യത്തിൽ ഞാൻ എന്തൊക്കെ ഉപേക്ഷിക്കുന്നു എന്നുകൂടി ഉൾപ്പെടുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെയാണ് ദൈവത്തിന് വേണ്ടി ഉപേക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് ചൂണ്ടിക്കാണിക്കുന്നത്. വിഷയം ഒന്നു തന്നെയാണ്: ഉപേക്ഷ. ദൈവത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിളിയുടെ പരമമായ അടിസ്ഥാനം. ക്രിസ്തുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, തന്റെ ഗവർണർ സ്ഥാനം പോലും ഉപേക്ഷിച്ച് ആര്യൻ പാഷണ്ഡതയ്ക്കെതിരായി പോരാടിയ വിശുദ്ധ അഗസ്തീനെ മാനസാന്തരത്തിലേക്ക് നയിച്ച വിശുദ്ധ അംബ്രിയോസിന്റെ തിരുനാളാണിന്ന്. ദൈവത്തിന് വേണ്ടി അദ്ദേഹം തന്റെ ജീവിതം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്കായി വേണ്ടി പ്രയത്നിച്ച ഒരു വിശുദ്ധൻ. സഭാപിതാവായ വിശുദ്ധ അംബ്രിയോസിന്റെ തിരുനാൾ ആശംസകൾ സ്നേഹപൂർവ്വം നേരുകയാണ്. ഉപേക്ഷയാണ് വിഷയം. നിന്റെ ജീവിത സാഹചര്യം ഏത് തന്നെയാണെങ്കിലും നീ ദൈവത്തിനു വേണ്ടി എന്തു ഉപേക്ഷിച്ചു എന്നുള്ളതാണ് പരമമായ ചോദ്യം. ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, നിന്റെ പുണ്യത്തിൽ നീ എന്തു നേടിയെന്നു കൂടി വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഉപേക്ഷിക്കാനൊക്കെ എളുപ്പമാണ്, എല്ലാം വിട്ടുകൊടുത്താൽ മാത്രം മതി. എന്നാൽ നിന്റെ ജീവിതത്തിൽ പുണ്യങ്ങൾ നേടാനാ പാട്. ഓരോ ദിവസവും ഞാൻ ആർജിച്ചെടുക്കേണ്ട പുണ്യങ്ങൾ എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിനു വേണ്ടി എല്ലാം ഉപേക്ഷിച്ച ഒരു പെൺകുട്ടിയെ പുൽക്കൂട്ടിൽ നമുക്ക് കാണാം. ജീവിതത്തിൽ ഒരു വട്ടം മാത്രമേ മാലാഖ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടുള്ളൂ. പിന്നീടുള്ള ജീവിതമെല്ലാം നാം കാണുന്നത് പോലെ സഹനത്തിന്റെ നെരിപ്പോടിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതമായിരുന്നു. ദൈവ വിളിക്കുള്ള എന്റെ പ്രത്യുത്തരമാണ് ഉപേക്ഷ. അതേത് ജീവിത സാഹചര്യമാണെങ്കിലും, വിവാഹ ജീവിതമെന്നോ പൗരോഹിത്യ ജീവിതമെന്നോ സന്യാസ ജീവിതമെന്നോ എന്നില്ല. എന്നെ വിളിച്ചിരിക്കുന്ന ദൈവത്തിനു വേണ്ടി ഞാൻ പ്രത്യുത്തരമായി നൽകുന്നത് എൻ്റെ ഉപേക്ഷയിലൂടെയാണ്. നമുക്കും ഉപേക്ഷിക്കാം. ക്രിസ്മസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നാളിൽ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തെ സ്വീകരിക്കാൻ, വചനത്തിന് ഹൃദയത്തിൽ ഇടം കൊടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനാൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.